ഇതാണ് iQ15R. ഒരു പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയാവുന്ന ഒരു ഫോണാണ്. മാസീവ് 7600 mAh ബാറ്ററി ഇരിക്കുന്നുണ്ട്, 144 Hz AMOLED ഡിസ്പ്ലേ ഇരിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ക്രേസി പെർഫോമൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് 45,000 50,000 ഇടയ്ക്കാണ് ഈ ഒരു ഫോണിൽ കിട്ടാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഫോണാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരുന്നോളൂ. ഒപ്പം തന്നെ നിങ്ങളുടെ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഐറ്റമാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. അറിഞ്ഞിട്ട് ഷെയർ ചെയ്താലും മതി. എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ആദ്യം തന്നെ ഈ കാണുന്നതാണ് iQ15Rന്റെ ബോക്സ്. ഈ കാണുന്നതാണ് iQ15R. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ റിയർ സൈഡിലൊരു പ്രത്യേക തരം ഒരു പാറ്റേണുള്ള ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ചരിക്കുന്നതിനനുസരിച്ച് ആ ഡിസൈൻ കാണും, അല്ലെങ്കിൽ ഡിസൈൻ ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുള്ളത് നിങ്ങൾ പറയാം. എന്തായാലും ഇതിവിടെ താഴെ ഇരിക്കട്ടെ. ബോക്സിൽ കേസ്, ഡോക്യുമെന്റേഷൻ. കേസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അത് മാറ്റി വെച്ചാൽ ചാർജിങ് കേബിൾ ടൈപ്പ് C-to-C കേബിളാണ് വരുന്നത്. സിം ടൂളും ഇരിക്കുന്നുണ്ട്. പിന്നെ ചാർജർ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഇരിക്കുന്നത്. സോ അത്രയും കാര്യങ്ങൾ ബോക്സിൽ എല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ iQ15R. നമ്മുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഘടകങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം ഞാൻ പറയാം. ഇതൊരു പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയാവുന്ന ഒരു ടൈപ്പാണ്. അതായത് ഇവിടെ എൻ്റെ iPhone 17 Pro Max നോക്കിയാൽ ഇത്തിരി വലിയ ഫോണാണ്. മോശമൊന്നുമല്ല, നല്ല ഫോണാണ്. ബട്ട് സ്റ്റിൽ വലിപ്പം ഒരു ഇത്തിരി കുറവായിരുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യം, എൻ്റെ കൈ വേനെടുക്കുന്നു. ഇത് കുറച്ചും കൂടി ഒരു ഇത്തിരി സൈസ് കുറവാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നാൽ തീരെ ചെറിയ ഒരു കോമ്പാക്ട് ഫോൺ എന്ന രീതിയിലേക്ക് പോയിട്ടുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയാൻ തരത്തിൽ കയ്യിലിരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് തീർച്ചയായിട്ടും പറയാം. അവരും ഇതിനെ പെർഫെക്റ്റ് ഫിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ നന്നായോ എന്നുള്ളത് നിങ്ങൾ പറയാം. മിഡിൽ ഫ്രെയിമൊക്കെ മെറ്റൽ ഫ്രെയിമാണ്, റൗണ്ടഡ് കോർണേഴ്സ് ആണ്, ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. 8.10 mm ആണ് തിക്നെസ് വരുന്നത്. 206 ഗ്രാമാണ് വെയിറ്റ്. ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റ് വെയിറ്റ്, അത്യാവശ്യം സ്ലിമൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. 2 കളറാണ് വരുന്നത്, ട്രിംഫ് സിൽവർ, ഡാർക്ക് നൈറ്റ്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഡ്യൂറബിലിറ്റിക്ക് ഒന്നും പ്രശ്നമില്ല. IP68, 69 തുടങ്ങിയ എല്ലാ റേറ്റിംഗും ഉണ്ട്. അൾട്രാസോണിക് 3D ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, അതാണ് താഴത്തെ ഒരു സെറ്റപ്പ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ സ്പീക്കർ ഗില്ല്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നു. ഫ്രണ്ടിൽ 6.59 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ, അതും നൈസ് ഡിസ്പ്ലേ ആണ്. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ഡിസൈൻ. ക്യാമറ മോഡ്യൂളൊക്കെ iQനെ സംബന്ധിച്ച് ഒരു പുതിയ രീതിയായിട്ടില്ലേ, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒപ്പം ഡ്യൂറബിളും ആണ്. ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 6.59 ഇഞ്ച് എന്ന് പറയുന്ന ഒരു നല്ല സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് 1.5K 144 ഹെർട്സിന്റെ AMOLED ഐ കെയർ ഡിസ്പ്ലേ ആണ്. 5000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 1800 ഹെർട്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും വരുന്നുണ്ട്. 1 നിറ്റ്സ് വരെ ലോ ബ്രൈറ്റ്നസും വരും. HDR10+ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു വിഷയമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോസ് ഒക്കെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഷോർട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം ബേസും ഉണ്ട്, ക്ലാരിറ്റിയും ഉണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും പറയാം. സോ നല്ലൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ്. നന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി ഈ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ഫാസ്റ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറയുന്ന പ്രോസറാണ്. ആൻഡ്രോയിഡ് സ്കോറൊക്കെ 3.5 മില്യൺ ആണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും പെർഫോമൻസിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൈസ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ്. LPDDR5X അൾട്രാ റാം തന്നെ കൊടുത്തിരിക്കുന്നു. UFS 4.1 സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്, 12GB RAM 256GB സ്റ്റോറേജ്, 12GB RAM 512GB സ്റ്റോറേജ്. സോ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് നെറ്റ്വർക്ക് എൻഹാൻസ്മെന്റ് ചിപ്പും വരുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് കിട്ടും. നെറ്റ്വർക്ക് കുറവുള്ള ഏരിയയിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ നെറ്റ്വർക്ക് റിസപ്ഷൻ തരുമെന്ന് എന്നുള്ള ഒരു ഗുണം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ Wi-Fi 7 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 6 തന്നെ കൊടുത്തിരിക്കുന്നു. NFC ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഈ ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗെയിമിംഗിലേക്ക് വരുമ്പോൾ കുറേയധികം സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. ഓൾറെഡി നമ്മുടെ iQന്റെ ഫോണുകളിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q2 അത് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിമൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ അവിടെ വലിച്ചു കഴിഞ്ഞാൽ അതിൽ ഗെയിം സെറ്റപ്പിൻ്റെ സംവിധാനങ്ങൾ വരും. പെർഫോമൻസ് ഞാൻ എപ്പോഴും മോൺസ്റ്റർ മോഡാണ് കൊടുക്കാറ്. നിങ്ങൾക്ക് അത് തന്നെ കൊടുക്കാം. ഹെവി പെർഫോമൻസ് അതിനകത്താണ് കിട്ടുക. അപ്പോൾ താഴെ റിഫ്രഷ് ആയിട്ടൊക്കെ ഞാൻ മാക്സിമത്തിലേക്ക് കൊടുത്ത് വയ്ക്കും. പിന്നെ Q2 ചിപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർ റെസൊല്യൂഷൻ എന്ന ഒരു ഓപ്ഷൻ തന്നെയുണ്ട്. അതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. എക്സ്ട്രീം തന്നെ ഞാൻ അതിൽ കൊടുക്കും. ഗെയിം വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് എനേബിൾ ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് മുകളിൽ കാണാം 130, 144 റേഞ്ചിലുള്ള ഒരു FPS നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഫോണിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഓപ്ഷനുകൾ ഗെയിമിങ്ങിൽ നമ്മൾ പൊതുവെ iQ ഫോണിൽ കാണുന്ന എല്ലാ ഓപ്ഷനുകളും പിന്നെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബൈപ്പാസ് ചാർജിങ് അടക്കമുള്ള സൗകര്യങ്ങളും വരുന്നുണ്ട്. സ്മൂത്ത്, അൾട്രാ, എക്സ്ട്രീം എന്ന് പറയുന്ന സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഗെയിം കളിക്കാം.
സോ ടോപ്പായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. ഞാനിവിടെ ഗെയിമൊക്കെ കളിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 6.5K ഒരു കൂളിംഗ് സിസ്റ്റവും വരുന്നുണ്ട്, VC കൂളിംഗ് സിസ്റ്റവും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗിന്റെ പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ കുറച്ചധികം ഗെയിം കളിച്ച് നോക്കിയിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. ഇൻസ്റ്റാന്റ് സാമ്യ റേറ്റ് 3200 വരുന്നത്. ഗെയിം ലൈവ് സ്ട്രീം അസിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ഐക്യൂന്റെ സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഗെയിം ലൈവ് സ്ട്രീമിംഗ് അസിസ്റ്റന്റ് ആണ് വരുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സോ അങ്ങനെ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് നോർമൽ യൂസിലായാലും ഗെയിമിംഗ് പെർഫോമൻസിലായാലും നല്ലൊരു സെറ്റപ്പാണ് ഈ ഫോണിൽ അവർ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാറ്ററി, അതാണ് അടുത്ത ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പെർഫെക്റ്റ് ഫിറ്റ് സൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സൈസ് വല്ലാത്ത വലിപ്പം കൂടിയതല്ല. ബട്ട് അതിനകത്തും 7600 mAh ഒരു മാസീവ് ബാറ്ററി കൊടുത്തിരിക്കുന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഫോണിനെ സംബന്ധിച്ച്. ഒപ്പം തന്നെ 100 വാട്ടിന്റെ ചാർജിംഗ് ഉണ്ട്. സോ ചാർജിങ് സ്പീഡ് ആയാലും ബാറ്ററി എക്സ്പീരിയൻസ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. 1-2 ദിവസം, എനിക്ക് സുഖമായിട്ട് 2 ദിവസം നിൽക്കും. ബട്ട് ഹെവി ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ബട്ട് സ്റ്റിൽ അടിപൊളി ബാറ്ററി അതിൻ്റെ ചാർജിങ് സെറ്റപ്പാണ്. പ്ലസ് ഇനിയിപ്പോൾ ചാർജ് തീരുമെന്നുള്ള പേടിയും വേണ്ട. ബൈപാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഗെയിമിൻ്റെ സെഷനിൽ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. സോ ബാറ്ററി സെറ്റപ്പ് തന്നെ ടോട്ടലി എക്സലൻ്റ് ആണ്. സോ ഈ ഒരു ഫോൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫോണാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് ഒരു ഭാഗത്തും ഒരു കുറ്റവും പറയാനില്ല. നന്നായിരിക്കുന്നു. ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കിയേ. മെയിൻ ക്യാമറ 50 MP സോണി ക്യാമറയാണ്. OIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. 2x ലോസ്ലെസ് സൂം ആണ് വരുന്നത്. സൂം ചെയ്തിട്ടുള്ള ഇമേജുകളും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതിന്റെ സാമ്പിളും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ ആൾക്കാരും ഇത് നല്ല ഭംഗിയാക്കിയിടണം എന്നുള്ളതും നമുക്ക് കാണാം. ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നുള്ളത് നിങ്ങൾ നോക്കുക. 32 MP സെൽഫി ക്യാമറയിൽ എടുത്ത സെൽഫി ഇമേജുകളും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയുണ്ട്. മെയിൻ ക്യാമറയിലായാലും സെൽഫി ക്യാമറയിലായാലും 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. 4K വീഡിയോയുടെ സാമ്പിളാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. OIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. ഫ്രണ്ട് ബാക്ക് ക്യാമറകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷനിൽ പ്രശ്നമില്ല. സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ ഓവറോൾ നല്ലൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ്, ഈ ഫോട്ടോ ഗാലറിയുടെ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മാജിക് മൂവ്. നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മാജിക് മൂവിൻ്റെ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ആണെങ്കിൽ ആ ഇമേജിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി പ്ലേസ് ചെയ്താൽ ക്ലിയർ ആക്കി ഒന്ന് ഫിൽ ചെയ്ത് തരും. നൈസാണ്. പിന്നെ ഇമേജ് എക്സ്പാൻഡർ, നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. ഇമേജ് കട്ടൗട്ട്, നമ്മുടെ ഫോട്ടോയിൽ നമ്മളെ മാത്രം ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് കട്ടൗട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അടുത്ത ആപ്പിലേക്ക് ഇടണമെങ്കിൽ മുകളിലേക്ക് ഒന്ന് നീക്കിയാൽ ഒറിജിനൽ ഐലൻഡിൽ ആപ്പുകൾ വരും. അതിൽ ഏതിലേക്കാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോപ്പി ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ റിഫ്ലക്ഷൻ ഇറേസ്, അങ്ങനെയുള്ള ഒട്ടനവധി ഇമേജ് എഡിറ്റിംഗ് പരമായ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ ഒറിജിൻ ഐലൻഡ്, ഇത് ഒറിജിൻ OS ഭാഗമായിട്ട് വരുന്നതാണ്. ഒറിജിൻ OS ആണ് റൺ ചെയ്യുന്നത്. ഓൾറെഡി വെൽ നോൺ, എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു OS ആണ് ഒറിജിൻ OS. ഇവിടെ നിങ്ങൾക്ക് കാണാം യാതൊരു ഇഷ്യൂ ഇല്ല. എല്ലാം പക്ക സ്മൂത്തായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാമേ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിനകത്തുള്ളത്. സോ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒറിജിനൽ ഐലൻഡിൻ്റെ ഫംഗ്ഷൻ നേരത്തെ കാണിച്ചു. അതായത് ഫയലൊക്കെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് നീക്കിയാൽ ഏത് ആപ്പാണോ വേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓഫീസ് കിറ്റ്, നമുക്ക് മാക് കമ്പ്യൂട്ടറുമായിട്ടോ വിൻഡോസ് കമ്പ്യൂട്ടറുമായിട്ടോ ഒക്കെ ഈ ഫോണിനെ കണക്ട് ചെയ്ത് നൈസായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓഫീസ് കിറ്റ് പരിപാടി ഉണ്ട് അവർക്ക്. അത് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഏത് കമ്പ്യൂട്ടറാണെന്ന് വെച്ചാൽ അതിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഓഫീസ് പരമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോൺ ഈ ഒരു പ്രൈസിൽ വാങ്ങിയിട്ട് അവരുടെ ഓഫീസ് പരമായ കാര്യങ്ങൾക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടെന്ന് അർത്ഥം. പിന്നെ മറ്റ് AI ഫീച്ചേഴ്സ് എല്ലാമേ കൊടുത്തിട്ടുണ്ട്. AI ക്യാപ്ഷൻ, നമ്മളൊരു യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ക്യാപ്ഷൻ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. AI ഇറേസ്, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയുന്ന പരിപാടിയൊക്കെ AI എഡിറ്റ്, ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത് വരുന്ന സാധനമാണ്. ഗാലറിയിലുണ്ട്, അത് ഉപയോഗിക്കാം. AI സ്ക്രീൻ ട്രാൻസ്ലേഷൻ, എടുത്തിരിക്കുന്ന ഒരു സ്ക്രീനിലെ ആ കാണുന്ന സ്ക്രീനിലെ മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടി. കോൾ ട്രാൻസ്ലേഷൻ സമ്മറി പോലുള്ള പരിപാടികൾ. ഗൂഗിൾ ജെമിനി സർക്കിൾ ടു സെർച്ച്, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ജെമിനി കയറി വന്നോളും. സെൻട്രൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് കയറി വരും. ഇങ്ങനെ എല്ലാതരം സംഭവങ്ങളും AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. ഒറിജിൻ OSന്റെ ടോട്ടൽ എക്സ്പീരിയൻസും ഗ്രേറ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഈ ഫോണിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഫോണിന് നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. ഫോൺ അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലും മിസ്സിംഗ് ചോദിച്ചാൽ ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരത് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ട് ബാക്കി ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് തരുമ്പോൾ അതൊരു വലിയ ഉഴപ്പായിട്ടൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 24 ഫെബ്രുവരി പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേണ്ടവർക്ക് പ്രീ ബുക്ക് ചെയ്യാം. ആമസോണിൽ iq.com സെലക്ടഡ് വിവോ എക്സ്ക്ലൂസീവ് സ്റ്റോറുകളിൽ അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റൽ സ്റ്റോറുകളിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ാം തീയതി മുതലാണ്. സോ അപ്പോൾ ആ ടൈം തൊട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പ്രീ ബുക്കിംഗ് ആണ് ഞാൻ പറഞ്ഞ 24-ാം തീയതി, സെയിൽ 3-ാം തീയതി. അപ്പോൾ അത് മറക്കണ്ട. സോ മൊത്തത്തിൽ നല്ലൊരു ഫോണാണ്. ഈവൻ ഓഫീസ് യൂസിന് പോലും നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും മൊത്തത്തിൽ കാര്യങ്ങൾക്കായാലും എല്ലാ മേഖലകളും നന്നായിരിക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് 45-50 രൂപയ്ക്ക് ഇടയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നല്ല ഘടകമായിട്ട് ഞാൻ കാണുന്നത്. നല്ല ഫോണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.